ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിന് തുടക്കം. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടനെതിരെ നിലപാട് കടുപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. BJP സ്ഥാനാർത്ഥികളെ ഈ ആഴ്ച തീരുമാനിച്ചേക്കും. തിരുവില്ലാമല തോട്ടംപള്ളിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറി. ആർക്കും പരിക്കില്ല. സംഗീത സംവിധായകൻ SP വെങ്കിടേഷ് അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിൽ വിടവാങ്ങിയത് നിരവധി ഹിറ്റ് ഗാനങ്ങളുടെ ശില്പി. തൃശൂർ ശക്തൻ മാർക്കറ്റിലെ 2 കടകളിൽ മോഷണം. 60,000 രൂപയും മൊബൈൽ ഫോണുകളും കവർന്നു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCBക്ക് ലഭിച്ചു. കാടുകുറ്റിയിൽ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് കവർച്ച നടത്തിയ 3 പേർ പിടിയിൽ. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. ഒഴിവായത് വൻ അപകടം. ക്ഷേത്രത്തിന്റെ വടക്കേ നടപ്പുരയ്ക്കും ഇന്നർ റിംഗ് റോഡിനുമിടയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ആളൂർ കാരൂരിലെ തുറുമ്പിക്കുളം പായൽ മൂടി നശിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി നീന്തൽ കുളമാക്കി നവീകരിച്ച തുറുമ്പിക്കുളത്തിൽ പായൽ നിറഞ്ഞതോടെ കുളിക്കാനിറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതി. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരത്തെ KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക ചർച്ച നടക്കും. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, സനീഷ് കുമാർ ജോസഫ് MLA, ജില്ലയിൽ നിന്നുള്ള KPCC ജനറൽ സെക്രട്ടറിമാർ എന്നിവരെ തലസ്ഥാനത്തേക്ക് വിളിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പട്ടിക സ്വീകരിച്ച് ചർച്ച ചെയ്യും. അന്തിമ തീരുമാനം പിന്നീടെടുക്കും. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടനെതിരെ നിലപാട് കടുപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി തോമസ് ഉണ്ണിയാടനെ നിർത്തിയാൽ വിജയസാധ്യതയില്ലെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതായി യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി. മുന്നണി മര്യാദ പാലിക്കുന്നില്ല എന്ന യൂത്ത് ഫ്രണ്ടിന്റെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. ഇരിങ്ങാലക്കുട സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ ആവശ്യപ്പെട്ടു. ഭരണകൂടത്തിനെതിരായ സമരങ്ങളുടെ പേരിൽ കേസുകൾ നേരിടുന്നവരാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. എന്നാൽ യൂത്ത് ഫ്രണ്ട് പ്രവർത്തകരിൽ എത്ര പേർക്ക് കേസുകളുണ്ടെന്ന് വ്യക്തമാക്കണം. യൂത്ത് കോൺഗ്രസിനെ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. റിബൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച കീഴ്വഴക്കം ഇരിങ്ങാലക്കുടയിൽ സൃഷ്ടിച്ചത് കേരള കോൺഗ്രസ് ആണ്. ഉണ്ണിയാടൻ വേണ്ട എന്ന അഭിപ്രായം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. യൂത്ത് ഫ്രണ്ടുകാരെ ഇളക്കിവിട്ടാൽ അഭിപ്രായം മാറ്റുമെന്ന് ഉണ്ണിയാടൻ കരുതേണ്ടതില്ല. സ്ഥാനാർത്ഥിയെ UDF പ്രഖ്യാപിച്ചാൽ മുന്നണി തീരുമാനം അംഗീകരിച്ച് പ്രവർത്തന രംഗത്ത് യൂത്ത് കോൺഗ്രസ് സജീവമായി ഉണ്ടാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. നിയോജകമണ്ഡലം ഭാരവാഹികളായ എബിൻ ജോൺ, വിനു ആന്റണി, ഡേവിസ് ഷാജു, ഷിൻസ് വടക്കൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. തൃശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ശനിയാഴ്ച തുടങ്ങും. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ശനിയാഴ്ച ജില്ലയിലെത്തുന്നുണ്ട്. ദേശീയ അധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗം ചേരും. പിന്നീട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവീനർമാരുമായി ചർച്ച നടത്തും. തുടർന്ന് നിയോജക മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് സ്ഥാനാർത്ഥികളുടെ പേരുകൾ സ്വീകരിക്കും. ഓരോ മണ്ഡലത്തിലും 3 വീതം പേരുകൾ ശുപാർശ ചെയ്യാനാണ് നിർദ്ദേശം. ഇവരിൽ നിന്ന് ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. തിരുവില്ലാമല പട്ടിപ്പറമ്പ് തോട്ടംപള്ളിയിൽ സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടു. ബ്രേക്ക് നഷ്ടപ്പെട്ട സ്വകാര്യ ബസ് വീട്ടിലേക്ക് ഇടിച്ചു കയറി. പഴംപാലക്കോട് മംഗലം ഡാം റൂട്ടിലോടുന്ന റജബ് എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരുന്ന മെറ്റൽ കൂനയിൽ തട്ടി ബസ് സമീപത്തെ വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ സ്റ്റോപ്പിന്റെ അപ്പുറത്ത് സ്റ്റോപ്പ് വെച്ച് സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടു. ആ സൗണ്ട് കേട്ട് ചവിട്ടി നിന്നില്ല. ഫസ്റ്റ് ടോപ്പായിരുന്നു, സെക്കൻഡ് അടിച്ചിട്ട് വണ്ടി നിന്നത്. അങ്ങനെ ഇറക്കത്തിൽ വന്നു. വണ്ടി ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത മതിലേക്ക് ഇടിച്ച് അതാ സംഭവം.
സംഗീത സംവിധായകൻ SP വെങ്കിടേഷ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. 70 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിൽ നടക്കും. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി തെന്നിന്ത്യൻ ഭാഷകളിലെ സിനിമകൾക്കായി നിരവധി ഗാനങ്ങൾ സംഗീതം സംവിധാനം നിർവഹിച്ചു. കിലുക്കം, മിന്നാരം, ജോണി വാക്കർ, കൗരവർ, സ്ഫടികം, ധ്രുവം, കിഴക്കൻ പത്രോസ്, ഹിറ്റ്ലർ, ദേവാസുരം തുടങ്ങി നിരവധി സിനിമകളിലെ ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകി. പൈതൃകം എന്ന സിനിമയ്ക്ക് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2 പതിറ്റാണ്ടിലേറെ കാലം മലയാള സിനിമയിൽ തിളങ്ങി നിന്ന സംഗീത സംവിധായകനായിരുന്നു SP വെങ്കിടേഷ്. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ദിവാനം പൂത്ത പോലെ നിന്നിലാരോ തമിഴ്, കന്നഡ, ബംഗാളി, ഹിന്ദി സിനിമകളിലും പ്രവർത്തിച്ച അദ്ദേഹം 1999 ഇത് മുടിവതില്ലേ എന്ന തമിഴ് സിനിമയ്ക്ക് വേണ്ടി 9 ഗാനങ്ങളാണ് ഒറ്റ ദിവസം ചിട്ടപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ സംഗീതത്തെ ഇന്നും നെഞ്ചോട് ചേർക്കുന്ന സംഗീത പ്രേമികൾ നിരവധിയാണ്. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ ശക്തൻ മത്സ്യമാംസ മാർക്കറ്റിലെ കടകളിൽ മോഷണം. 60,000 രൂപയും മൊബൈൽ ഫോണുകളും കവർന്നു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. മുക്കാട്ടുകര സ്വദേശി MK ഷാബുവിന്റെ ഉടമസ്ഥതയിലുള്ള MVK ഡക്ക് ആൻഡ് കാട മർച്ചന്റ് ഷോപ്പിലും അഞ്ചേരി സ്വദേശി അഖിലിന്റെ ഉടമസ്ഥതയിലുള്ള KPC ആൻഡ് സൺസ് ഐസ് ഫിഷ് കമ്മീഷൻ ഏജന്റ് സ്ഥാപനത്തിലുമാണ് മോഷണം നടന്നത്. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു മോഷണം. അഖിലിന്റെ സ്ഥാപനത്തിലെ മേശയുടെ വലിപ്പ് കുത്തി തുറന്ന് 50,000 രൂപയും ഷാബുവിന്റെ കടയിൽ നിന്ന് 10,000 രൂപയും ജീവനക്കാരുടെ 2 മൊബൈൽ ഫോണുകളുമാണ് കവർന്നത്. പിറ്റേന്ന് രാവിലെ ഉടമകൾ കടയിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് CCTV പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവ് സമീപത്തെ ഇറച്ചിക്കടയിലെ കോഴിക്കോട് സ്വദേശിയായ ബഷീറാണെന്ന് മനസ്സിലാകുന്നത്. പുലർച്ചെ കോഴികളും മറ്റുമായുള്ള ലോഡ് വരുന്നതിനാൽ ഇവിടങ്ങളിലെ സ്ഥാപനങ്ങളുടെ ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചിടുന്ന പതിവില്ല. ഇതറിയാവുന്ന ബഷീറിന് കടകൾക്കുള്ളിൽ നിഷ്പ്രയാസം കടക്കാനും കഴിഞ്ഞു. മോഷണം നടത്തുന്നതിനിടെ കോണിയിൽ നിന്നും ഇയാൾ തെന്നി വീഴുകയും ചെയ്തു. ഈ ശബ്ദം കേട്ട് കടയിൽ കിടന്നുറങ്ങുകയായിരുന്ന 2 ജീവനക്കാർ ഇയാളെ കണ്ടെങ്കിലും സുപരിചിതനായതിനാൽ സംശയം തോന്നിയില്ല. പിന്നീട് മോഷണ വിവരം അറിഞ്ഞതോടെയാണ് ജീവനക്കാർ ദൃശ്യങ്ങളിലൂടെ ഇയാളെ തിരിച്ചറിഞ്ഞത്. സ്ഥലത്ത് നിന്ന് മുങ്ങിയ മോഷ്ടാവിനെ പിടികൂടാനായിട്ടില്ല. ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. TCV തൃശൂർ. കാടുകുറ്റിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം നടത്തിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് സ്വദേശികളായ സുജോൻ, ഷാൽത്തു, കൊൽക്കത്ത സ്വദേശി മിസാൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ചെറുവാളൂർ സ്വദേശി രത്നാമോഹന്റെ വീട്ടിലാണ് മോഷണം നടത്തിയത്. കൊരട്ടി SHO അമൃതരംഗന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്കിൽ. ക്ഷേത്രത്തിന്റെ വടക്കേ നടപ്പുരയ്ക്കും ഇന്നർ റിംഗ് റോഡിനുമിടയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. വഴിയാത്രക്കാർ വലിച്ചിട്ട സിഗരറ്റ് കുറ്റിയിൽ നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നു. ഒഴിഞ്ഞ പറമ്പിൽ പുല്ലുകളും മരങ്ങളുമായി കാട് പിടിച്ചു കിടക്കുകയാണ്. വലിയ തോതിൽ മാലിന്യവും കൂട്ടിയിട്ടിട്ടുണ്ട്. മാലിന്യത്തിലേക്ക് തീ പടർന്നതോടെ കറുത്ത പുകയും രൂക്ഷഗന്ധവും അനുഭവപ്പെട്ടു. പുക വ്യാപിച്ചതോടെ ഇന്നർ റിംഗ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഈ പറമ്പിന് പരിസരത്ത് നിരവധി സ്ഥാപനങ്ങളുണ്ട്.
സെക്കൻഡുകൾക്കുള്ളിൽ വലിയ രീതിയിൽ തീ ആളിപ്പടർന്നതോടെ പരിസര സ്ഥാപനങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്കയായി. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അരമണിക്കൂറോളം സമയമെടുത്താണ് തീ പൂർണ്ണമായും അണച്ചത്. ദിനംപ്രതി ആയിരക്കണക്കിന് ഭക്തർ കടന്നുപോകുന്ന ഇവിടെ വലിയ തോതിൽ മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നത് പുറത്തേക്ക് കണ്ടിരുന്നില്ല. കാട് കത്തി അമർന്നതോടെയാണ് മാലിന്യ ശേഖരം വെളിച്ചത്തായത്. ബംഗളൂരു സ്വദേശിയായ ഗോപാലകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള 7 സെന്റ് സ്ഥലമാണിത്. ഇവർ സ്ഥലത്തില്ലാത്തതിനാൽ വർഷങ്ങളായി സ്ഥലം കാടുപിടിച്ചു കിടക്കുകയാണ്. ഈ പരിസരത്ത് സാമൂഹ്യ വിരുദ്ധർ താവളമടിക്കുന്നത് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതിയുണ്ട്. ഇവരെ ഒഴിപ്പിക്കാൻ ടെമ്പിൾ പോലീസ് നടപടി തുടങ്ങി. മാലിന്യം 15 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യാൻ ഫയർ സ്റ്റേഷൻ ഓഫീസർ എസ് ബിജു സ്ഥല ഉടമയ്ക്ക് നിർദ്ദേശം നൽകി. നഗരസഭാ ഉപാധ്യക്ഷൻ കെ ജ്യോതിരാജ് സ്ഥലത്തെത്തി. സ്ഥലമുടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് പോലീസും നഗരസഭാ ആരോഗ്യ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാലിന്യം ഉടൻ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതായി ക്ലീൻ സിറ്റി മാനേജർ KC അശോക് പറഞ്ഞു. TCV ന്യൂസ്, ഗുരുവായൂർ. ആളൂർ പഞ്ചായത്തിലെ കാരൂരിലുള്ള തുറുമ്പിക്കുളം പായൽ മുടി നശിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി നീന്തൽക്കുളമാക്കി നവീകരിച്ച തുറുമ്പിക്കുളത്തിൽ പായൽ നിറഞ്ഞതോടുകൂടി കുളിക്കാനിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ആളൂർ പഞ്ചായത്തിന്റെ ജലസ്രോതസ്സുകളിലൊന്നാണ് കാരൂരിലെ തുറുമ്പിക്കുളം. ഒരു കാലത്ത് ഈ കുളത്തിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് സമീപത്തെ നെൽപ്പാടങ്ങളിൽ കൃഷി ഇറക്കിയിരുന്നത്. ഇടക്കാലത്ത് നാശോമുഖമായി കിടന്ന കുളം ജനങ്ങളുടെ നിരന്തരമായ മുറവിളിയെ തുടർന്ന് ഏതാനും വർഷം മുമ്പ് കരിങ്കല് കെട്ടി സംരക്ഷിച്ചു. 2012 കുളത്തിലെ വെള്ളം ഉപയോഗപ്പെടുത്തി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും നടപ്പാക്കി. കുളത്തിലെ ജലസമൃദ്ധി കണക്കിലെടുത്ത് 2019 സ്വിമ്മിംഗ് പൂളാക്കി മാറ്റുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി കുളത്തിന്റെ 2 വശത്തും ടൈൽ വിരിച്ച് നടപ്പാതയും ഇരിപ്പിടങ്ങളും ഒരുക്കി. എന്നാൽ ആഫ്രിക്കൻ പായൽ മൂടിയതോടെ തുറുമ്പിക്കുളത്തിൽ നീന്താനിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ. പായൽ നീക്കം ചെയ്ത് കുളം വൃത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കൊടകര. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന LDFന്റെ തെക്കൻ മേഖലാ ജാഥയ്ക്ക് ഇന്ന് ചേലക്കരയിൽ തുടക്കം. ചേലക്കര ബസ് സ്റ്റാൻഡ് ഗ്രൌണ്ടിൽ വൈകിട്ട് 5-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ചും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയുമാണ് ജാഥാ പര്യടനം നടത്തുകയെന്ന് LDF നേതാക്കൾ വ്യക്തമാക്കി. നാളെ വൈകിട്ട് വടക്കാഞ്ചേരിയിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. തുടർന്ന് കുന്നംകുളത്തെ സ്വീകരണത്തോടുകൂടി സമാപിക്കും. വ്യാഴാഴ്ച ചാവക്കാട് നിന്ന് ആരംഭിച്ച് മണലൂർ, നാട്ടിക, കയ്പമംഗലം മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം തൃശൂർ നഗരത്തിൽ ജാഥ സമാപിക്കും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശീയ ട്രേഡ് യൂണിയനുകളുടെ ആഹ്വാനപ്രകാരം നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് തീരുമാനം. തൊഴിലാളി വിരുദ്ധമായ കേന്ദ്ര ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ ഭേദഗതികളും പേരും റദ്ദു ചെയ്യുക, വൈദ്യുത ഭേദഗതി നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് മുന്നോടിയായി വ്യാഴാഴ്ച തൃശൂരിൽ തൊഴിലാളി സംഘടനകളുടെ പങ്കാളിത്തത്തോടുകൂടി കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PJ ഷാനവാസ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MH മുഹമ്മദ്, സംസ്ഥാന കമ്മിറ്റി അംഗം സരസ്വതി വലപ്പാട്, ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട്, ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് അലി കോയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. തൃശൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് മുൻപ് സുരക്ഷ, സഞ്ചാര സൌകര്യം എന്നിവ ഉറപ്പുവരുത്തണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ ആവശ്യപ്പെട്ടു. സമഗ്രമായ സുരക്ഷാ ഓഡിറ്റിംഗ് അത്യാവശ്യമാണ്. 300 ഏക്കറോളം വരുന്ന പാർക്കിൽ സന്ദർശനം നടത്തുന്നവർക്ക് ട്രാംവേ സംവിധാനം ഒരുക്കണമെന്നും ഫ്രണ്ട്സ് ഓഫ് സൂ ആവശ്യപ്പെട്ടു. ചേലക്കര കൊളത്തൂർ അയ്യപ്പൻകാവ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ ആഘോഷത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് യുവതിക്കും 3 വയസ്സുകാരിയായ മകൾക്കും പൊള്ളലേറ്റു. കൊളത്തൂർ സ്വദേശിനി ഉമ, മകൾ പൂർവി എന്നിവർക്കാണ് പരിക്കേറ്റത്. ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ അനുമതിയില്ലാതെ അശ്രദ്ധമായി ചൈനീസ് പടക്കം പൊട്ടിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു. പരിക്കേറ്റവർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ ചേലക്കര പോലീസ് കേസെടുത്തു.
ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ കോടികളുടെ കൊള്ള ഹൈക്കോടതി മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC-യുടെ നേതൃത്വത്തിൽ ജില്ലാ ലോട്ടറി ക്ഷേമനിധി ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് PN സതീഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബെന്നി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ KP സോമസുന്ദരൻ, MO തോമസ്, MR പ്രതാപൻ, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിർമ്മാണം നടക്കുന്ന തിച്ചൂർ ഇട്ടോണം റോഡിന്റെയും തിച്ചൂർ തളി റോഡിന്റെയും നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ UR പ്രദീപ് MLA സന്ദർശനം നടത്തി. 3,48 ലക്ഷം രൂപ ചെലവഴിച്ചാണ് തിച്ചൂർ ഇട്ടോണം റോഡിന്റെ നിർമ്മാണം നടത്തുന്നത്. 5 കോടി രൂപ ചെലവഴിച്ചാണ് തിച്ചൂർ മുതൽ തളി വരെ 4 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മിക്കുന്നത്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ 92% പൊതുമരാമത്ത് റോഡുകൾ BMBC നിലവാരത്തിലാക്കിയിട്ടുണ്ടെന്നും ബാക്കി വരുന്നവ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കി ഉടൻ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും UR പ്രദീപ് MLA അറിയിച്ചു. കാട്ടാക്കാമ്പൽ പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്ന് CPIയെ മാറ്റി നിർത്തിയതിൽ പ്രതിഷേധം. പഞ്ചായത്ത് ഭരണസമിതി ഏകാധിപത്യ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് CPI ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. ജനാധിപത്യ രീതിക്ക് നിരക്കാത്ത ഈ പ്രവണതയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നേതൃത്വം അറിയിച്ചു. KC സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി PK രവീന്ദ്രൻ, ജില്ലാ കൌൺസിൽ അംഗം KT ഷാജൻ, കിസാൻ സഭാ മണ്ഡലം സെക്രട്ടറി KM മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. പാലക്കാട് രാമുണ്ണി പണിക്കർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾക്ക് തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ 3 വിദ്യാർത്ഥികൾ അർഹരായി. പഠനത്തിൽ മികവ് പുലർത്തുന്ന സാമ്പത്തികമായി പിന്നേക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യത്തോടുകൂടിയാണ് ട്രസ്റ്റ് 10,000 രൂപ വീതമുള്ള സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത്. ഇന്റഗ്രേറ്റഡ് മാസ്റ്റർ ഓഫ് തിയേറ്റർ ആർട്സിലെ 1ാം വർഷ വിദ്യാർത്ഥി JA സിദ്ധാർത്ഥ്, 2ാം വർഷ വിദ്യാർത്ഥി P സുപ്രാധരൻ, MA മ്യൂസിക് 1ാം വർഷ വിദ്യാർത്ഥി CP അർച്ചന എന്നിവരാണ് രാമുണ്ണി പണിക്കർ മെറിറ്റ് സ്കോളർഷിപ്പിന് അർഹരായത്. ഇവരുടെ കോഴ്സ് പൂർത്തിയാക്കുന്നതുവരെ സ്കോളർഷിപ്പ് പുതുക്കി നൽകുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. രാമുണ്ണി പണിക്കർ ട്രസ്റ്റ് വൈസ് ചെയർപേഴ്സൺ മരിയ M പെലാഷ് പണിക്കർ, ഒറിയോൾ പെലാഷ്, ട്രസ്റ്റി GJ മേനോൻ, സ്കൂൾ ഓഫ് ഡ്രാമ ഡയറക്ടർ ഡോക്ടർ അഭിലാഷ് പിള്ള, നാടക് ജില്ലാ സെക്രട്ടറി സഞ്ജു മാധവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലക്കുടി മേൽപ്പാലത്തിന് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന പിക്കപ്പ് വാനിന് തീപിടിച്ചു. എറണാകുളം ഭാഗത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. സംസ്ഥാനത്തെ വനിതാ ശിശുവികസന വകുപ്പിന്റെ മികച്ച അംഗനവാടി വർക്കർക്കുള്ള പുരസ്കാരം CP ആനി ടീച്ചറെ തേടിയെത്തിയപ്പോൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരമായി മാറി. ആളൂർ പഞ്ചായത്തിലെ വെള്ളാഞ്ചിറ 16ാം നമ്പർ അംഗനവാടിയിലെ ജീവനക്കാരിയാണ് ചാലക്കുടി സ്വദേശിനിയായ ആനി. വനിതാ ശിശുവികസന വകുപ്പ് സംയോജിത ശിശുവികസന സേവന പദ്ധതിയിലെ മികച്ച അംഗനവാടി വർക്കർ പുരസ്കാരമാണ് ആനിക്ക് ലഭിച്ചത്. ചാലക്കുടി ചങ്ങൻവീട്ടിൽ വിൽസന്റെ ഭാര്യയായ ആനി കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി അംഗനവാടിയിൽ ജോലി ചെയ്യുന്നു. അപ്പൊ ഈ വെള്ളാഞ്ചിറ നാടിനോട് അത്രയും ആത്മാർത്ഥതയും സ്നേഹവും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് രക്ഷിതാക്കളുടെ സഹകരണം ഞങ്ങൾക്ക് ഇത്രയും ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഈ സംസ്ഥാന അവാർഡ് വാങ്ങിക്കാൻ ഒരു അർഹത ഉണ്ടായത്. അടുത്ത വർഷം ഞാൻ റിട്ടയർ ആവുകയാണ്. ഈ ജോലിയിൽ നിന്ന് ഇറങ്ങി പോകണല്ലോ എന്നോർത്തൊരു വിഷമമുണ്ട്. ശമ്പളം കുറവാണെങ്കിലും ജനങ്ങളുടെ ഈ സ്നേഹവും സഹകരണവും കാണുമ്പോൾ എന്നും ഈ ജോലിയിൽ തുടർന്നുകൊണ്ട് പോകാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഹെൽപ്പർ ആയാലും നല്ല സപ്പോർട്ടാണ്. രക്ഷിതാക്കളിൽ നിന്നുള്ള ഒരു നല്ലൊരു സന്തോഷവും കുട്ടികളോടൊത്തുള്ള നമ്മുടെ ഇടപഴകല്, നമ്മുടെ ജീവിതം തന്നെ കുട്ടികളോടൊത്താണ്. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ് ഈ ജോലിയിൽ തുടരാനായിട്ട്. 42 വർഷമായി വെള്ളാഞ്ചിറയിൽ പ്രവർത്തിക്കുന്ന ഈ അംഗൻവാടിയിൽ നിരവധി കുരുന്നുകളാണ് അറിവിന്റെ ആദ്യ പാഠങ്ങൾ നുകർന്നു പോയിട്ടുള്ളത്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ലക്ഷ്യമിട്ട് അംഗൻവാടിയിൽ സ്വന്തമായി ന്യൂട്രി ഗാർഡനും ആനി ടീച്ചർ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ അക്ഷയപാത്രവും പൂന്തോട്ടവും അംഗൻവാടിയിലെ കുരുന്നുകളുടെ രക്ഷിതാക്കൾക്കായി വർണ്ണക്കൂട്ട് എന്ന പേരിൽ ലൈബ്രറിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത വർഷം സേവനത്തിൽ നിന്നും പടിയിറങ്ങാൻ ഇരിക്കെയാണ് ആനി ടീച്ചർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. TCV ന്യൂസ്, കൊടകര.
കൊടകര ആലത്തൂർ മുണ്ടക്കൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. എഴുന്നള്ളിപ്പ്, കാഴ്ചാശീവേലി, പഞ്ചവാദ്യം, പാണ്ഡിമേളം, തായമ്പക, കുരുതി എന്നിവയുണ്ടായി. എഴുന്നള്ളിപ്പിന് വയലൂർ പരമേശ്വരൻ ഭഗവതിയുടെ തിടമ്പേറ്റി. മേളത്തിന് കൊടകര ഉണ്ണിയും, പഞ്ചവാദ്യത്തിന് കാവശ്ശേരി കുട്ടിക്കൃഷ്ണനും, തായമ്പകയ്ക്ക് അരുൺ പാലാഴിയും നേതൃത്വം നൽകി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ, മേൽശാന്തി സഞ്ജു എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തളിക്കുളം പഞ്ചായത്തിൽ അനധികൃതമായി 200ഓളം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ച ബിജെപി നേതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് UDF പ്രവർത്തകർ വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്, UDF പഞ്ചായത്ത് ചെയർമാൻ PM അബ്ദുൾ ജബ്ബാർ, സുനിൽ ലാലൂർ, PI ഷൌക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. SFI ചിറ്റാറ്റുകര ലോക്കൽ സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം U ദിബിൻ ദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് AR അനഘ അധ്യക്ഷത വഹിച്ചു. PG സുബിദാസ്, ആഷിഖ് വലിയഖത്ത്, BR സന്തോഷ്, തുളസി രാമചന്ദ്രൻ, RA അബ്ദുൾ ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു. നെഹ്റു സ്കൂൾ ഓഫ് മാനേജ്മെന്റ് രാജ്യത്തെ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ദേശീയ മാനേജ്മെന്റ് ഫെസ്റ്റിന് നാളെ പാമ്പാടിയിൽ തുടക്കമാകും. നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്റർ ക്യാമ്പസിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റ് ചിത്രകാരിയും വയലിനിസ്റ്റുമായ S കൺമണി ഉദ്ഘാടനം ചെയ്യും. 15 മത്സര ഇനങ്ങളിൽ വിവിധ യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള 50-ൽ പരം കോളേജുകളിൽ നിന്നായി 700-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പ്രൊഫസർ ഡോക്ടർ TP കൃഷ്ണകുമാർ, പ്രൊഫസർ വിജീഷ് മാനാഥ്, അസിസ്റ്റന്റ് പ്രൊഫസർ അലക്സ് കുരുവില, സ്റ്റുഡൻസ് കോർഡിനേറ്റർമാരായ കിഷോർ രാജ്, ശ്രീലക്ഷ്മി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് പാവറട്ടിയിൽ നൽകുന്ന സ്വീകരണ പരിപാടി വിജയിപ്പിക്കുന്നതിന് മുല്ലശ്ശേരി മണ്ഡലം തലയോഗം ചേർന്നു. KPCC ജനറൽ സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PB ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PK രാജൻ, ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമന്റ് ഫ്രാൻസിസ്, ബ്ലോക്ക് ഭാരവാഹികളായ NR അജിത് പ്രസാദ്, NA ഹസൻ, PM സലാം, NR രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം വിരമിച്ച് ജന്മനാട്ടിലെത്തിയ KP ജോയ്ക്ക് തൃശൂരിൽ വരവേൽപ്പ് നൽകി സഹപ്രവർത്തകരും വിമുക്ത ഭടന്മാരും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ശ്രീനഗർ താഴ്വരയിൽ പാകിസ്ഥാനെതിരായ യുദ്ധദൌത്യങ്ങളിൽ ഇന്ത്യൻ വായുരക്ഷാ സേന റെജിമെന്റിന്റെ ഭാഗമായി സേവനമനുഷ്ഠിച്ച പാത്രമംഗലം സ്വദേശി കുളങ്ങര വീട്ടിൽ ജോയ്ക്കാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ സ്വീകരണം നൽകിയത്. റിട്ടയർഡ് സുബൈദാർ രാജൻ നേതൃത്വം നൽകി. വായുരക്ഷാ റെജിമെന്റിൽ നിന്ന് വിരമിച്ച സുബൈദർമാരായ വിൻസെന്റ്, തോമസ്, അശോക് കുമാർ, ഹവിൽദാർമാരായ സണ്ണി, സജീഷ് എന്നിവരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. കുമരനെല്ലൂർ ദേശം പൂരത്തിന് മുന്നോടിയായി ഉത്രാളിക്കാവ് ഭഗവതിക്ക് സമർപ്പിക്കുന്ന 51ാമത് ദേശപ്പാനയ്ക്ക് കാലിടൽ ചടങ്ങോലെ തുടക്കമായി. തുടർന്ന് കരുവണ്ണ ക്ഷേത്രനടയിൽ നിന്നും ഭഗവതി വെള്ളിത്തിരുത്തി ദിനേശിന്റെ നേതൃത്വത്തിലുള്ള മേളത്തിന്റെയും താലത്തിന്റെയും അകമ്പടിയോടെ പാനപ്പന്തലിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. വിശേഷാൽ പൂജകൾക്ക് കരുമത്ര കൃഷ്ണൻകുട്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബുധനാഴ്ച പുലർച്ചെ നടക്കുന്ന പാനവലത്ത്, കനലാട്ടം, കോമരത്തിന്റെ കൽപ്പന, കുരുതി സമർപ്പണം തുടങ്ങിയ ചടങ്ങുകളോടെ സമാപനമാകും. ശ്രീധരൻ വെള്ളാളത്ത്, തങ്കപ്പൻ നായർ, ഭാസ്കരൻ മീത്തിലാത്ത് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പാനാഘോഷ ചടങ്ങുകൾ നടക്കുന്നത്. ഉത്രാളിപ്പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ, വർക്കിംഗ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, പാനാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ P സുനിൽകുമാർ, K മനോജ്, K കൃഷ്ണകുമാർ, KP ഗോപാലകൃഷ്ണൻ, P രാജൻ, EK രവീന്ദ്രൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പഴയന്നൂർ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുമ്പോഴും അധികൃതർ നിസ്സംഗത പുലർത്തുകയാണെന്ന് ആക്ഷേപം. കഴിഞ്ഞ ദിവസം മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. കൃഷി സംരക്ഷിക്കാനൊരുങ്ങിയ കമ്പിവേലികൾ തകർത്താണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ കൃഷിയിടത്തിലെത്തിയത്. കാട്ടുപന്നികളെ തുരത്താൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് കർഷകർ കുറ്റപ്പെടുത്തി. കൃഷി നശിപ്പിക്കുന്ന പന്നികളെ കൊന്നൊടുക്കാൻ നിയമ സംവിധാനങ്ങളുണ്ടായിട്ടും അധികൃതർ നടപടികൾ കൈക്കൊള്ളില്ലെന്ന് കർഷകർ കുറ്റപ്പെടുത്തി.
സുൽത്താൻ ബത്തേരിയിൽ നടന്ന സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ചാഴൂർ സ്വദേശിക്ക് ഇരട്ട നേട്ടം. ചാഴൂർ തഞ്ചന്ത്ര വീട്ടിൽ അശോകിന്റെ മകൻ അദ്വൈതാണ് ഇരട്ട മെഡൽ നേട്ടം കൈവരിച്ചത്. 70 കിലോഗ്രാം മുതിർന്നവരുടെ വിഭാഗത്തിൽ ചാമ്പ്യനും യുവജന വിഭാഗത്തിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനുമായാണ് വിജയം നേടിയത്. പാലക്കാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 3ാം വർഷ വിദ്യാർത്ഥിയാണ് അദ്വൈത്. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി തിരുനാൾ ഏപ്രിൽ 24, 25, 26 എന്നീ തീയതികളിൽ ആഘോഷിക്കും. ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് നവീകരിച്ച പള്ളിയുടെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും നടക്കും. തിരുനാൾ കമ്മിറ്റി ഓഫീസ് തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ OJ ജസ്റ്റിൻ അധ്യക്ഷനായി. ജെയ്സൺ വടക്കൂട്ട്, CV സേവ്യർ, ലെസ്ലി ജോസഫ്, NJ ലിയോ, VS സെബി, സേവ്യർ അറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പെരിങ്ങണ്ടൂർ പോപ്പ് പോൾ മെഴ്സി ഹോമിന് ഓവറോൾ കിരീടം. എറണാകുളം രാജഗിരി സ്കൂളിൽ നടത്തിയ കലോത്സവത്തിൽ 300 സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നായി 1500-ലേറെ കുട്ടികൾ പങ്കെടുത്തു. പോപ്പ് പോൾ മെഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് ചിച്ചിലപ്പള്ളി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിജയികൾക്ക് സ്വീകരണം നൽകി. പ്രാചീന നാടോടി കലാഗവേഷണത്തിൽ ഫെലോഷിപ്പ് നേടിയ ഉണ്ണികൃഷ്ണൻ കൂടോത്തിനെ അന്തിക്കാട് ത്രിവർണം ചാരിറ്റബിൾ സൊസൈറ്റി ആദരിച്ചു. സൊസൈറ്റി മുഖ്യ രക്ഷാധികാരി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ത്രിവർണം പ്രസിഡന്റ് TR ജോയ് അധ്യക്ഷത വഹിച്ചു. VB ലിബീഷ്, സിദ്ധാർത്ഥൻ കളത്തിൽ, ശാന്ത സോളമൻ, അശ്വിൻ ആലപ്പുഴ, യേതു കൃഷ്ണ, MB സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര ബജറ്റിനെതിരെ ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ട്രഷറർ CS സുജിത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് CK ഹാരിസ്, ഭാരവാഹികളായ PB ഹിമ, ദീപീഷ് മാധവൻ, CS ഷിബിൻ എന്നിവർ സംസാരിച്ചു. LDFന്റെ നേതൃത്വത്തിൽ ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് ഈ മാസം 6-ന് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ മൈതാനിയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് മന്ത്രി Dr. R. ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ജാഥയെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ആനയിക്കും. ഭാരവാഹികളായ ഉല്ലാസ് കളങ്ങാട്ട്, VA മനോജ് കുമാർ, MK ഉദയപ്രകാശ്, TK വർഗീസ്, ഗിരീഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,110 രൂപ, പവന് 1,12,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിന് തുടക്കം. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടനെതിരെ നിലപാട് കടുപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. BJP സ്ഥാനാർത്ഥികളെ ഈ ആഴ്ച തീരുമാനിച്ചേക്കും. തിരുവില്ലാമല തോട്ടുംപള്ളിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറി, ആർക്കും പരിക്കില്ല. സംഗീത സംവിധായകൻ SP വെങ്കിടേഷ് അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിൽ. വിടവാങ്ങിയത് നിരവധി ഹിറ്റ് ഗാനങ്ങളുടെ ശില്പി.
തൃശൂർ ശക്തൻ മാർക്കറ്റിലെ 2 കടകളിൽ മോഷണം. 60,000 രൂപയും മൊബൈൽ ഫോണുകളും കവർന്നു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCDക്ക് ലഭിച്ചു. കാടുകുറ്റിയിൽ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് കവർച്ച നടത്തിയ 3 പേർ പിടിയിൽ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. ഒഴിവായത് വൻ അപകടം. ക്ഷേത്രത്തിന്റെ വടക്കേ നടപ്പുരയ്ക്കും ഇന്നർ റിംഗ് റോഡിനുമിടയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ആളൂർ കാരൂരിലെ തുറുമ്പിക്കുളം പായൽ മൂടി നശിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി നീന്തൽക്കുളമാക്കി നവീകരിച്ച തുറുമ്പിക്കുളത്തിൽ പായൽ നിറഞ്ഞതോടുകൂടി കുളിക്കാനിറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.